കേരളമടക്കം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതി നിർണായകമായ ഒരു കാര്യം യു.പി.യെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്. അത് ഓരോ വോട്ടും മൂല്യമുള്ളതാണ് എന്നാണ്. എത്രയായിരം വോട്ട് എന്നല്ല, ഓരോ വോട്ടും. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും യാതൊരു അട്ടിമറിയോ കള്ളത്തരങ്ങളോ പിഴവുകളോ സംഭവിച്ചുകൂടാ എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വോട്ടിംഗ് അട്ടിമറിയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായി നിരവധി പരാതികൾ സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് യു.പി.യെ മുൻനിർത്തി സുപ്രീം കോടതി ഇടപെടുന്നത്. ഉത്തർപ്രദേശ് ഗ്രാമത്തലവൻ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും വോട്ടെണ്ണൽ ആരംഭിക്കുകയുണ്ടായി. അതിനുവേണ്ടി ഉത്തരവിടുകയും ചെയ്തു. ഓരോ വോട്ടും പ്രധാനമാണ് എന്ന് ഇവിടെയാണ് ചൂണ്ടിക്കാണിച്ചത്. നിർണായക രേഖകൾ നഷ്ടപ്പെട്ടു എന്നും പോൾ ചെയ്ത വോട്ടുകളിൽ കുറവുണ്ടായെന്നും കണ്ടെത്തിയതോടെ 2021 ഗ്രാമമുഖ്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയിൽ സംശയമുള്ളതായിട്ടും കോടതി ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. ഓരോ വോട്ടിനും മൂല്യമുണ്ട്, അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ പുനഃപരിശോധിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ അന്തിമ ഫലം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് സുപ്രീം കോടതിയാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ രേഖയും പ്രധാനമാണ്. അവ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണം. ജസ്റ്റിസ് സഞ്ജയ് കരോൾ, ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത്രയധികം കാര്യങ്ങളെ ഈ വോട്ടിംഗുമായും ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പുമായും ബന്ധപ്പെട്ട് പറഞ്ഞത്. പ്രയാഗ്രാജിലെ ചാക് ഗ്രാമത്തിൽ നടന്ന ഗ്രാമമുഖ്യൻ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി സുനിൽ കുമാറിനോട് 37 വോട്ടുകൾക്ക് പരാജയപ്പെട്ട വിജയ് ബഹദൂർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. 3 ബൂത്തുകളിലായി 1194 വോട്ടുകൾ പോൾ ചെയ്തതായി പ്രിസൈഡിംഗ് ഓഫീസർ വാമൊഴിയാലെ പറയുകയാണ്. അതായത് തോന്നിയ വഴിക്കെടുത്ത് അങ്ങ് പറഞ്ഞു. പിന്നീട് തെരഞ്ഞെടുപ്പ് ഫോമിൽ 1213 വോട്ടുകൾ ഉള്ളതായി കാണിക്കുന്നുണ്ട്. ഇതോടെ 19 വോട്ടുകളുടെ വ്യത്യാസം ചൂണ്ടിക്കാണിച്ച് വിജയ് ബഹദൂർ രംഗത്തെത്തുകയായിരുന്നു.